ഹലോ ഗായ്സ്, ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ മഴ വന്നു. ഇതാണ് കേട്ടോ പ്രശ്നം. മഴയാന്ന് വെച്ചാൽ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വെയിൽ ഉദിക്കും. എന്തോ പറ്റിക്കണ പോലെ അല്ലേ. ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ ഒന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും പച്ചക്കറി മേടിച്ചിട്ട് വരാൻ വെച്ചിട്ട് ഇറങ്ങണതാണ് കേട്ടോ. അപ്പോഴാണ്ടാ ഇവിടെ എല്ലാവരും കല്യാണത്തിന് പോയിക്കുക. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ടല്ലേ ഒരു വരെ വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു ബിരിയാണിയും മേടിച്ചു കേട്ടോ. അങ്ങനെ ബിരിയാണി മേടിക്കാൻ നിൽക്കുമ്പോഴാട്ടോ അതാ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സഫ ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് പുതിയതാ തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മീൻ മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരോടൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ നല്ല ചീരയാണ്. അപ്പം ഞാൻ പച്ചച്ചീര മേടിച്ചു കേട്ടോ. ചുമപ്പ് മേടിച്ചില്ല. ഞാൻ അതും മേടിച്ചു, 4 മുട്ടയും മേടിച്ചു. പിന്നെ ഇതാ മീനും കൂടെ മേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാൻ സാധാരണ ഇപ്പുറത്ത് കടലിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ മേടിക്കാറ്. പക്ഷേ അവിടെ എനിക്ക് ഫ്രഷായിട്ട് മീൻ കിട്ടാത്ത പോലെ തോന്നിയപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാൽ തൊട്ടപ്പുറത്തൊരു വഞ്ചിക്കാരുണ്ട് കേട്ടോ. അവർ ഇപ്പോൾ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് വണ്ടിയിൽ കയറി ഇങ്ങോട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാടാ നല്ലൊരു മഴ. അതാ ഒരു താട് പോലത്തെ ഒരു വണ്ടി പോണ കണ്ടു. കുറേ താടുകൾ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ അതാ വീട്ടിലേക്ക് എത്തി. മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് രസാല്, ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ പൊന്നോ എവിടെ പോയി വീഴുന്നു വിചാരിച്ചിട്ടാട്ടോ. അത്ര മാതിരി മഴയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നീരവിനെ അവിടെ പൊന്തി കിടക്കണ വെള്ളത്തിലൊന്ന് ചാടി കളിക്കണം, തുള്ളി കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ആഴം നോക്കാൻ പോയതാട്ടോ. പിന്നെ ആ ചടങ്ങോട് കൂടി നീരവിൻ്റെ ഒരുവിധം ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനും ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. അവനെ ഡ്രസ്സ് മാറണേ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവന് ഫോൺ കൊടുത്തിട്ടൊന്ന് വീഡിയോ ഒന്ന് എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുട്ട പൊട്ടിയിട്ടുണ്ടോ എന്നാട്ടോ ആദ്യം നോക്കിയിട്ട്. പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യല്ല കഴുകി എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞതാ നമ്മുടെ ബിരിയാണി കുട്ടനെ എടുക്കുമ്പോൾ നീരവിന് അതിന് നീരവ് ഓരോന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ വേഗം അത് മേടിച്ചിട്ട് ഭാഗം വെപ്പിന് ഇരുന്നു കേട്ടോ. അവളൊക്കെ എൻ്റെ എനിക്ക് തട്ടി മറിച്ചിട്ടിരിക്കണ്. വേറൊന്നുമല്ല കുട്ടിക്ക് കൊടുക്കാനേ കേട്ടോ. പൊളിച്ചിട്ടില്ലാത്ത ഭാഗം നോക്കി കൊടുക്കാനാണ്. നമ്മൾ വേഗം കഴിക്കായിരുന്നു കേട്ടോ. അപ്പം നീതുവിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൺ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.